ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഡെയിലി അനാലിസിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്ന് എഗെയിൻ സെൽ ഓഫ് ഡേ ആയിരുന്നു നിഫ്റ്റിയിൽ, ബട്ട് ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട്. സ്മോൾ ക്യാപ്പിൽ നല്ലൊരു പുൾ ബാക്ക് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 5 മിനിറ്റ് ചാർട്ട് നോക്കാം. ഫസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു സെൽ ഓഫ് ക്യാൻഡിലായിരുന്നു നിഫ്റ്റിയുടേത്. പിന്നെ ഒരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിരുന്നു, അത് ഫർദറായിട്ട് സെൽ ഓഫ് ആയി. ഓക്കെ, സോ സെൽ ഓഫ് ആയിട്ട് ഈ പോയിന്റിൽ നിന്ന് റിവേഴ്സൽ ഉണ്ടായിരുന്നു. ഈ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെ ഒരു ഓൾറെഡി മുന്നേ ഒരു സപ്പോർട്ട് എടുത്ത സോണാണ്. സോ നമ്മൾ സ്ട്രാറ്റജി പ്രകാരം ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ബുള്ളിഷ് അല്ല, മീൻസ് ഫുള്ളി ബുള്ളിഷ് അല്ല, ബട്ട് ഈ ഒരു 10 o'clock ക്യാൻഡിലിൽ ഹൈ ക്രോസ് ആയതോടെ ഇവിടെ ഒരു ട്രേഡ് ട്രിഗറായി. പിന്നെ ഇവിടെ ഒരു ആഡ് ഓൺ ആയി, ഇവിടെ ഒരു ആഡ് ഓൺ ആയി. പിന്നെ ഇതിൻ്റെ നമുക്ക് ഇവിടെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ എൻഗൾഫിങ്ങിൻ്റെ ലോവർ ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു നമുക്ക് എഡ്ജ് ചെയ്യാം. സോ സ്ട്രാറ്റജി പ്രകാരം അങ്ങനെയാണ് ട്രേഡ് ഇന്നത്തത് എക്സിക്യൂട്ട് ആയത്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് സ്ട്രാറ്റജി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഹിൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ഫർദർ താഴോട്ട് പോകും. സോ ഈ സ്റ്റോപ്പ് ലോസ് ചെറുതാണ്, നമ്മൾ എപ്പോഴും ചെറിയ സ്റ്റോപ്പ് ലോസ് ട്രേഡ് എടുക്കാനാണ് നല്ലത്. സോ അതൊരു ട്രേഡ് ഇവിടെ ട്രിഗർ ആവും. ഇപ്പോൾ റിവേഴ്സൽ, ഇത്രയും റിവേഴ്സലൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മൾ ഓൾവേസ് നമുക്കൊരു 2 പ്ലാൻ വേണം. അത് ട്രിഗർ ആവുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും, അത് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ എടുക്കത്തക്ക രീതിയിൽ. ചില സമയം ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു ടാർജറ്റ് കിട്ടും, ചില സമയം 2 സൈഡും എസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് ഈ ഒരു പോർഷൻ, ഇത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് സപ്പോർട്ടാണ്, പിന്നെ സപ്പോർട്ട് ഉള്ളത് താഴെയാണ്, ഒത്തിരി താഴെയാണ്. സോ ഈ ഒരു പൊസിഷനിലേക്കാണ്. സോ അത്രയാണെങ്കിൽ ഇപ്പം റിവേഴ്സ് ഹിറ്റ് ആയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെറുതായതുകൊണ്ട് നമുക്ക് റിവേഴ്സ് സൈഡ് പോയാലും താഴോട്ട് പോയാലും ഇന്നലത്തെ പോലെ വീഴ്ച ഉണ്ടായാലും നമുക്ക് നല്ല ടാർജറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ എൻട്രി എടുത്തത്. ബട്ട് അത് റിവേഴ്സായി, മീൻസ് അത് മൂവായി. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആഡ് ഓൺ, ഫസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ആഡ് ഓൺ കൊടുക്കാം, ഈ ഒരു ക്യാൻഡിൽ പിന്നെ ആഡ് ഓൺ കൊടുക്കാം, വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിലും കൊടുക്കാം. നമ്മൾ 2 ആഡ് ഓൺ ആണ് അതിൻ്റെ സ്ട്രാറ്റജി പ്രകാരം പറയുന്നത്. ഈ ഒരു എൻഗൾഫിങ്ങിൻ്റെ ലോ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് സി ഇവിടെ നിന്ന് എഡ്ജ് ചെയ്യാം. സോ പി എഡ്ജ് ആയിട്ടുണ്ട്, സി എഡ്ജ് ആയിട്ടുണ്ട്, നമുക്ക് നല്ലൊരു മിഡിൽ തന്നെ ക്ലോസ് ആയത്. ഓക്കെ, സോ അങ്ങനെയാണ് ഇന്നത്തെ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സെൽ ഓഫ് ഡേ തന്നെ ആയിരുന്നു. നിഫ്റ്റി ലാസ്റ്റ് ക്യാപ്പിൽ നിന്ന് സെൽ ഓഫ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലാണ് സപ്പോർട്ട്, ഇവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു ക്യാൻഡിലൊക്കെ താഴെയാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. നാളെ നമുക്ക് നോക്കാം എങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഈ ഒരു സോണിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. 25,950 അടുത്ത് റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് ഓവർകം ചെയ്യുകയാണെങ്കിൽ അത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം എങ്ങനെയാണെന്ന്. ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ആയത്. 0.03 അപ്പായിരുന്നു, മീൻസ് ഇന്നലത്തെ കാട്ടി സ്ലൈഡ്ലി ഒരു 16 പോയിന്റ് അപ്പേ ക്ലോസ് ആയിട്ടുള്ളൂ. ബട്ട് ക്യാൻഡിൽ വൈസ് പോസിറ്റീവ് ആണ്, ബുള്ളിഷ് ക്യാൻഡിലാണ്. ഒരു 2 കണ്ടിന്യൂസ് ക്യാൻഡിൽ ഉണ്ടായി, അഗെയിൻ ആ ഏരിയ പോസിറ്റീവ് ഉണ്ടായി, ഒരു സപ്പോർട്ട് ഉണ്ടായി. അത് ക്രോസ് ചെയ്താൽ നമുക്ക് ട്രിഗർ ചെയ്യാം, നമ്മൾ ട്രേഡ് ട്രിഗർ ആവും. സോ അഗെയിൻ ആഡ് ഓൺ എല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ആഡ് ഓൺ ആണ്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്, സ്റ്റോപ്പ് ലോസ് മീൻ എഡ്ജിങ് എവിടെയാണ് ചെയ്യേണ്ടത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു. സെയിം സ്ട്രാറ്റജി തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞിട്ട് നമുക്ക് സിൽവർ നോക്കാം. സിൽവർ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ഉണ്ട്. അത് മുകളിലോട്ട് തന്നെ മൂവ് ആണ്. ആ ഒരു സോണിലോട്ട് മുകളിലോട്ടുള്ള മൂവ്, ഇവിടെ ട്രേഡ് എടുക്കുന്നവർക്ക് ഇതൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ടുള്ള ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഗോൾഡ് ഓൾമോസ്റ്റ് കൺസോൾട്ടേഷൻ ആണ്. ലാസ്റ്റ് 6-7-8 ഡേയ്സ് ആയിട്ട് സെയിം ഏരിയയിലാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് ഗോൾഡ്. ബട്ട് ഇതൊരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ബിറ്റ്കോയിൻ നോക്കാം. ബിറ്റ്കോയിന് ആ ഏരിയ തന്നെയാണ്. ഇതും ഒരു മുകളിലോട്ടുള്ള റിവേഴ്സലിനാണ് ട്രേഡ് കാണുന്നത്. ഇവിടെ ഡബ്ല്യു പാറ്റേൺ ഫോം ആയിട്ട് ഇവിടുന്ന് ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നതെന്ന്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നല്ലൊരു പുൾ ബാക്ക് ആയിരുന്നു. ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവറിൽ നല്ലൊരു ഫോൾ ബാക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ ഇത് കാണാൻ നമുക്ക് മനസ്സിലാവും. ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആയത്. കണ്ടിന്യൂസ് ഫോൾ ഉണ്ടായിരുന്നു, പിന്നെ സഡൻ റിവേഴ്സലായിരുന്നു. ഒരു വി ടൈപ്പ് റിക്കവറി ആയിരുന്നു. ഈ ടൈപ്പ് റിക്കവർ ചെയ്ത് പോസിറ്റീവിലോട്ട് നല്ലൊരു ഹാമർ ക്യാൻഡിൽ പോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡെഡ് കാറ്റ് ബൗൺസ് ആണോ അതോ റിവേഴ്സലാണോ എന്ന് നമുക്ക് വരും കാലത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബട്ട് കണ്ടിട്ട് ഇത് നല്ലൊരു ക്യാൻഡിലാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഇത്
സോറി ഇത് മിഡ് ക്യാപ്പിൻ്റെ ക്യാൻഡിലാണ്. സോറി ഇത് മിഡ് ക്യാപ്പിൻ്റെ ഇതാണ്. നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് 0.37 അപ്പായിരുന്നു. സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് കുറച്ചും കൂടെ ഒരു 1.02% അപ്പായിരുന്നു. ഉണ്ടായിരുന്നു നിഫ്റ്റി സ്മോൾ ക്യാപ്പ് സഡൻ ഒരു വി ടൈപ്പ് റിക്കവറി ആണ്. അവിടെ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റും അപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദ ഇന്നലെ ഫോളോ ചെയ്ത കുറേ ചെറിയ സ്റ്റോക്കൊക്കെ മീൻസ് കെയിൻസ് ഒക്കെ ഇന്ന് നല്ല രീതിയിൽ റീട്രേസ് ആയിട്ടുണ്ട്. 14% ഒക്കെ അപ്പായിരുന്നു കെയിൻസ് ഒക്കെ. നമുക്ക് നോക്കാം ഹീറ്റ് മാപ്പിൽ. ഇതാണ് ചാർട്ട് അനാലിസിസ്. നമ്മൾ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഡൗൺ ആയിരുന്നു 0.47, നിഫ്റ്റി 100, 200 ഒക്കെ ഡൗൺ ആയിരുന്നു. 500 നമുക്ക് നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ എറ്റേണൽ, സൊമാറ്റോ 2.28, ടൈറ്റൻ 1.94, റേഡിയൻറ്റ് 1.53 ഇതൊക്കെ അപ്പായ സ്റ്റോക്കാണ്. ഇൻഡിഗോ ഇന്ന് അപ്പായിരുന്നു 1.31. ഐ തിങ്ക് പ്രോബ്ലം സോർട്ട് ഔട്ട് ആയി വരുന്നെന്ന് തോന്നുന്നു. ഡൗൺ ആയ സ്റ്റോക്ക് IT സ്റ്റോക്സ് ഡൗൺ ആയിരുന്നു ഇന്ന്. വിപ്രോ 1.53, HCL ടെക് 1.82, ടെക്കം 1.90, ഏഷ്യൻ പെയിൻറ്റ്സ് 4.60. ഏഷ്യൻ പെയിൻറ്റ്സ് 2 ദിവസം നല്ല മൂവ്മെൻറ്റ് ഉണ്ടായ സ്റ്റോക്കാണ്. ഇന്ന് നല്ല രീതിയിൽ ഡൗൺ സൈഡ് ആയിട്ടുണ്ട് ഏഷ്യൻ പെയിൻറ്റ്സ്. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ CG പവർ 3.53, അദാനി പവർ 2.62, എൻട്രിൻ 2.41, കാനറ ബാങ്ക് 2.21, സീമെൻസ് 2.13, ICICI ജനറൽ ഇൻഷുറൻസ് 1% ഡൗൺ ആയിരുന്നു. ഡിവിസ് ലാബും 0.89% ഡൗൺ ആയിരുന്നു. അദാനിയെക്കുറിച്ച് നല്ലൊരു സ്റ്റേബിൾ ഔട്ട്ലുക്ക് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഏജൻസീസ്. സോ അതാണ് അദാനി സ്റ്റോക്സ് കുറച്ച് മൂവ്മെൻറ്റും കാണിക്കുന്നത്. നമുക്ക് സ്മോൾ ക്യാപ്പ് 250 നോക്കുകയാണെങ്കിൽ TTML 15.44, കെയിൻസ് ഞാൻ പറഞ്ഞില്ലേ, കെയിൻസ് 3 ദിവസമായിട്ട് 30% ഡൗൺ ആയിരുന്നു. ഇന്നൊരു നല്ലൊരു റിവേഴ്സ് സൈഡ് പുൾ ബാക്ക് ഉണ്ടായിട്ടുണ്ട്. 14.42% അപ്പ് ആയിരുന്നു. എൻട്രീസ് 10.89, നാവ 7.14 ഇതൊക്കെ അപ്പായ സ്റ്റോക്സ് ആണ്. ഏതർ എഞ്ചിനീയറിംഗ്, ഏതർ എനർജി ആണെന്ന് തോന്നുന്നു, എനിക്ക് സ്റ്റോക്ക് അറിയത്തില്ല. ഏതർ എനർജി ആയിരിക്കും. അത് 4.10 ഡൗൺ ആയിരുന്നു. അറിയൽ ഇൻഫ്ര 4.99, ECL ERX 5.4, ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. സോ ഇന്നത്തെ മെയിൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് കൂടി വരുന്നുണ്ട്. ലാസ്റ്റ് ക്വാർട്ടറിനെക്കാട്ടിയും ലാസ്റ്റ് ഇയറിനെക്കാട്ടിയും മെയിൻലി ഇമ്പോർട്ട് ബില്ല് കൂടി വരുന്നുണ്ട്. അതാണ് മെയിൻ ന്യൂസ്. സോ നമ്മുടെ റുപ്പി ഡിപ്രിസിയേഷൻ അതൊരു കാരണമാണ് മെയിനായിട്ട്. പിന്നെ ഇതുവരെയും നമുക്കൊരു ഫൈനലൈസേഷൻ ഇന്ത്യ US ട്രേഡ് ഡീൽ ഫൈനലൈസ് ആയിട്ടില്ല. സോ പിന്നെ ഉള്ള മെയിൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ വെനസ്ഡേ നൈറ്റ്, നാളെ നൈറ്റ് ഇന്ത്യൻ ടൈമിലാണ് ഫെഡ് റേറ്റ് കട്ട് അനൗൺസ് ചെയ്യാനുള്ള എക്സ്പെക്ടേഷൻസ്. ഇപ്പോൾ ഫെഡ് റേറ്റ് കട്ട് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അത് എമർജിംഗ് മാർക്കറ്റിന്, ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റിന് നല്ലൊരു ബൂസ്റ്റ് ആയിരിക്കും. ഇനി ഇവിടെയുള്ള ഫോറിൻ ഇൻവെസ്റ്റ് ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ ന്യൂസും അനാലിസും. താങ്ക്സ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.